ഇസ്ലാമിനെ അതുകൊണ്ട് തന്നെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു ഭാഗത്ത് ഇസ്ലാമിന് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, ഒരു ഭാഗത്ത് ഇസ്ലാമിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെ തടഞ്ഞു നിർത്തുവാനുള്ള ചില പ്രയത്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മറുഭാഗത്ത് ഇസ്ലാം കൂടുതൽ കരുത്തോടുകൂടി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറുന്നത് നാം കാണുന്നു. ഇസ്ലാമിനെ അധിക്ഷേപിക്കുവാൻ വേണ്ടി ശത്രുക്കൾ അവരുടെ ആവനാഴിയിലുള്ള സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം മറുഭാഗത്ത് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ ഇകഴ്ത്തുവാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ പ്രതി പരസ്യമായി കത്തിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം മനുഷ്യ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള കഠിനാധ്വാനത്തിലാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രതി കത്തിച്ചതുകൊണ്ടോ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ നശിപ്പിച്ചതുകൊണ്ടോ, അതിന്റെ പള്ളികളും സ്വത്തുക്കളും ഇല്ലാതാക്കിയതുകൊണ്ടോ ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എത്രമേൽ സത്യമാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി. അവർ അവരുടെ വായ കൊണ്ട് ഈ മഹാവെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വെളിച്ചത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ്. ഈ വെളിച്ചം അതിന്റെ പൂർണ്ണതയിലെത്തും. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് അത് കടന്നു ചെല്ലും. കുടിലിലും കൊട്ടാരത്തിലും അത് വെളിച്ചത്തിന്റെ കാലുകൾ നാട്ടും. മനുഷ്യ സമൂഹങ്ങളിൽ അത് യശസ്സുയർത്തും. ജനങ്ങൾക്ക് ആധികാരികമായ ഭദ്രതയും സമാധാനവും സ്വസ്ഥതയും നൽകും. അങ്ങനെയുള്ള ഒരാശയത്തിന്റെ തണലിലാണ് നാം ജീവിക്കുന്നത്.